ഈ ഒരു ഹദീസിനെ കുറിച്ച്, ഖുർആൻ എന്ന ഈ ഹദീസിനെ കുറിച്ചല്ലാതെ ഖുർആന്റെ പുറത്തൊരു ഹദീസ് ഉണ്ട് എന്ന് ഖുർആനിൽ എവിടെയും സമർപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം ഹദീസ് എന്ന പദം ഖുർആനിൽ 28ഓളം സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും രണ്ടാമത്തൊരു പ്രമാണമുണ്ട്, ഈ ഹദീസിന്റെ പുറമെ മറ്റൊരു ഹദീസുണ്ട്, ഈ ഒരു വർത്തമാനത്തിന് പുറമെ മറ്റൊരു വർത്തമാനമുണ്ട് എന്ന് ഖുർആൻ എവിടെയും നമ്മളെ പരിചയപ്പെടുത്തുന്നില്ല. മറിച്ചോ അള്ളാഹു ഇറക്കിയ ഹദീസ് കിതാബൻ, അതൊരു ഗ്രന്ഥത്തിലാണ് എന്നതാണ്. എന്നിട്ട് പിന്നെ പറയുന്നു വമൻ അസ്തഖു മിനല്ലാഹി ഹദീസാ, 4:87 പറയുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹദീസിനേക്കാൾ സത്യസന്ധമായ ഹദീസ് വേറെ ഏതാണുള്ളത്? അപ്പൊ സത്യസന്ധമായ ഹദീസ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹദീസ് ഏതാണ്, എവിടെയാണ്? കിതാബിലാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹദീസ് ഗ്രന്ഥത്തിലായിരിക്കണം, ഗ്രന്ഥത്തിന്റെ പുറത്തൊരു ഹദീസ് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളും ഹദീസ് എന്ന ഓമനപ്പേരിൽ ഖുർആന്റെ പുറത്തുള്ള പ്രമാണങ്ങളെയാണ് പിൻപറ്റിപ്പോരുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരാണ് ആ ഹദീസിന്റെ പിന്നാലെ പോവണം എന്നുള്ളത്. ഖുർആൻ പറയുന്നത് ഈ ഒരു ഹദീസ് നിങ്ങൾക്ക് പോരെ, ഈ ഹദീസിനെ പോലെയുള്ള ഒരു ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഹദീസ്? ഖുർആൻ എന്ന ഹദീസ്. ഈ ഖുർആൻ എന്ന ഈ ഹദീസിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരുവീൻ. ഫല്യഅ്തു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സ്വാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഈ ഖുർആൻ എന്ന ഈ പ്രമാണത്തെ പോൽ ഇതിനെ വെല്ലുന്ന ഒരു പ്രമാണം നിങ്ങൾ കൊണ്ടുവരുവീൻ എന്നാണ് ചോദിക്കുന്ന. ഈ ചോദ്യത്തിന് ഇന്നേ വരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. 52:34. അതുപോലെ ഈ ഒരു ഹദീസ് പോരെ എന്ന ചോദ്യം 45, 6, 77, 57, 185 പ്രഖ്യാപിക്കുന്നത് എന്താണെന്നല്ലേ? ഫബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂൻ, ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഈ 3 സ്ഥലത്തും പറയുന്ന ഒരു വെല്ലുവിളിയോടുകൂടിയുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ഒരു പ്രമാണത്തിന്റെ പുറമെ വേറൊരു പ്രമാണത്തിന്റെ പിന്നാലെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രമാണം നിങ്ങൾക്ക് പോരെ, ഈ ഒരു ഹദീസ് നിങ്ങൾക്ക് പോരെ, ഈ ഒരു വൃത്താന്തം നിങ്ങൾക്ക് പോരെ, ഈ ഒരു വർത്തമാനം നിങ്ങൾക്ക് പോരെ, മറ്റൊരു വർത്തമാനത്തിന്റെ പിന്നാലെ പോവാൻ പാടുണ്ടോ? ഒരു വർത്തമാനത്തിന്റെ പിന്നാലെയും പോകാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ വെല്ലുവിളിയോടുകൂടിയുള്ള ഈ ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ഇന്ന് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും സ്വഭാവം എന്താണ്? ഖുർആൻ എന്ന ഈ ഹദീസിനെ വിട്ടുകൊണ്ട് ആരോ എന്തോ എവിടെയോ എഴുതി വെച്ച വാറോലകളുടെ പിന്നാലെ പോവുകയല്ലേ വസ്തുത. എന്നാൽ ഇങ്ങനെ 2 പ്രമാണമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരായത്ത് അന്വേഷിച്ചാലും പരിധി നോക്കിയാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രമാണത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നില്ല. എന്നിട്ട് ഇവർ ഖുർആനിൽ ഇങ്ങനെ ഒരു പദമില്ലാത്തതിനാൽ അവർ എവിടെ നിന്ന് കടമെടുത്തു? ഹദീസിൽ നിന്നാണ് ഇതിന് ഉദ്ധരണി കടമെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം. എന്താണ് ഹജ്ജത്തുൽ വിദായിൽ റസൂൽ പ്രസംഗിച്ചത്? റസൂൽ ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ വെച്ച് റസൂൽ പ്രസംഗിച്ചത്രേ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. വളരെ കാര്യഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് 2 കാര്യം ഞാൻ ഇട്ടേച്ചു പോയിരിക്കുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിവേഴ്ച പോവുകയില്ല. ഏതാണത്? കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ, വസുന്നത്തു റസൂലിഹി, റസൂലിന്റെ ചര്യയും. അപ്പൊ കിതാബുല്ലാഹ് എന്നത് ഖുർആനും, റസൂൽ സുന്നത്ത് റസൂൽ എന്ന് പറയുന്നത് ഹദീസും എന്നാണ് ഇന്ന് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ റസൂൽ ഇങ്ങനത്തെ ഒരു പ്രസംഗം പ്രസംഗിക്കുമോ? എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. കാരണം ഖുർആനിന്റെ 1000ഓളം ആയത്തിന് ഈ ഘടകവിരുദ്ധമാണ് ഈ ഹദീസ്. ഇങ്ങനെ ഒരു പ്രസംഗം റസൂൽ അവിടെ പ്രസംഗിക്കുകയില്ല. നിങ്ങൾക്ക് 2 കാര്യം ഇട്ടേച്ചു പോയിരിക്കുന്നു. അത് രണ്ടും മുറുകെ പിടിക്കണം.
രണ്ടും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വഴിവേച്ചു പോകും എന്ന ഒരു പ്രസംഗം റസൂൽ ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിലെ 1000-ഓളം വരുന്ന ആയത്തുകൾക്ക് എതിരായി റസൂൽ അങ്ങനെ ഒരു ഉദ്ധരണി അവിടെ ഉദ്ധരിക്കുകയില്ല. ഇങ്ങനൊരു അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, അംറൈൻ 2 കാര്യം. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, അംറൈൻ എന്ന് പറഞ്ഞാൽ 2 കാര്യം. കലമുൻ എന്ന് പറഞ്ഞാൽ ഒരു പേന, കലമാനി എന്ന് പറഞ്ഞാൽ 2 പേന. അത് മഫ്ഊലും ബിഹി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കലമൈനി 2 പേന. ഈ ഭാഷാപരമായിട്ട് യാതൊരു തെറ്റുമില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു ഉദ്ധരണി ഖുർആനിന്റെ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെ പരതി നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഉദ്ധരണി കാണാൻ സാധ്യമല്ല. 2 കാര്യമുണ്ട് എന്ന്, 2 കൽപ്പനയുണ്ട് എന്ന്. അംർ എന്ന പദം ഖുർആനിൽ 246 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയും ഒരേ ഒരൊറ്റ അംർ. ഏതാണ് അംർ? ഖുർആൻ എന്ന ഒരു അംറല്ലാത്ത മറ്റൊരു അംറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ കാണാത്ത ഈ അംറൈൻ എവിടെ നിന്നാണ് പ്രവാചകന് കിട്ടിയത്? പ്രവാചകൻ ഖുർആനിന് ധിക്കാരമായി, ഖുർആനിന് എതിരായി ഒരു വാക്ക് ഉരുവിടുകയില്ല. എങ്ങനെയാണ് റസൂലിന്റെ പേരിൽ ഈ ഹദീസ് വന്നത്? സഹോദരന്മാരെ, നിങ്ങൾ കാര്യഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. റസൂൽ ആയിരക്കണക്കിന് സഹാബികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആന്റെ തത്വത്തിനെതിരാണ്. റസൂൽ അവിടെ നിന്ന് പ്രസംഗിച്ചിരിക്കാം. എങ്ങനെ? തറക്തിഫിക്കും നിങ്ങൾക്കൊരൊറ്റ കാര്യം ഞാൻ ഇട്ടേച്ചു പോകുന്നു, ലൻ തദില്ലു മാ തമസ്സക്തും ബിഹി. ആ ഒരൊറ്റ കാര്യം മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല എന്ന്. കാരണം ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ബിഹി എന്നല്ലാതെ ബിഹിമ എന്ന് പ്രമാണ വിഷയത്തിൽ പറഞ്ഞ ഒരൊറ്റ ഉദ്ധരണി പോലും കാണാൻ സാധ്യമല്ല സഹോദരന്മാരെ. അങ്ങനെ പ്രമാണ വിഷയത്തിൽ ഖുർആനും ഹദീസും പ്രമാണമാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഖുർആനിൽ ഒരു സ്ഥലത്തെങ്കിലും പ്രമാണ വിഷയം പറയുമ്പോൾ 2ആയിട്ട് ഉപയോഗിച്ച ഒരു പദം ഖുർആനിൽ നിന്ന് തെളിയിക്കാൻ സാധ്യമാണോ എന്ന്. എന്നാൽ ഖുർആനിൽ നിന്ന് ഈ ഒരു സ്ഥലത്തും അങ്ങനെ 2ആയിട്ട് ഉപയോഗിച്ച ഒരു പദം കാണാൻ സാധ്യമല്ല. മുങ്ങിത്തപ്പിയാൽ കാണാൻ സാധ്യമല്ല. ഇവര് 2ാം പ്രമാണത്തിന് ഓമന പേരിട്ടിരിക്കുന്നത് സുന്നത്ത് എന്ന പദമാണ്. ഖുർആനിൽ സുന്നത്ത് എന്ന പദം 14 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആന്റെ പുറത്തൊരു സുന്നത്തുണ്ട്, ഖുർആന്റെ പുറത്തൊരു പ്രമാണമുണ്ട് എന്ന് സമർപ്പിക്കാനല്ല ഈ 14 സ്ഥലത്തും ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബ്ലു വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ 35, 43, 48, 23, 38, 62 എന്നിങ്ങനെ 17, 77 എന്നിങ്ങനെ സുന്നത്ത് എന്ന പദം 14 സ്ഥലത്തും പ്രയോഗിച്ചത് ഖുർആന്റെ പുറത്ത് 2ാം പ്രമാണമായി സുന്നത്തുണ്ട് എന്ന് സമർപ്പിക്കാൻ വേണ്ടിയല്ല. ആർക്കെങ്കിലും അങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സമർപ്പിക്കുക, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ചെന്താണ് അള്ളാന്റെ സുന്നത്ത്? ഏതാണ് അള്ളാന്റെ സുന്നത്ത്? അള്ളാഹുവിന്റെ സുന്നത്ത് ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അള്ളാഹുവിന്റെ ഹദീസ് ഏതാണ്? ഈ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അപ്പൊ ഹദീസ് എന്ന പേരിട്ടാലും സുന്നത്ത് എന്ന പേരിട്ടാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെയുള്ള സുന്നത്താണ്, പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ഹദീസാണ്. അല്ലാതെ 2ാം പ്രമാണത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ഓമന പേരായിട്ട് പരിശുദ്ധ ഖുർആൻ സുന്നത്തിനെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇനി ദൈവം തമ്പുരാൻ എത്ര പ്രമാണം ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഖുർആനും സുന്നത്തും ഹദീസും എന്നിങ്ങനെ ഫിഖ്ഹും അനവധി പ്രമാണങ്ങൾ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് മോചനത്തിനായി മാർഗദർശനത്തിനായി ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു അന്വേഷണം നടത്തേണ്ടത്. ഖുർആനിൽ നസലയുടെ വിവിധ രൂപങ്ങളായി 167 സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അൻസല മിനസ്സമായി മാഅൻ വഅൻസല മിനസ്സമായി മന്ന വസ്സൽവ, മണ്ണും സൽവയും ഇറക്കി, ആകാശത്ത് നിന്ന് വെള്ളമിറക്കി എന്നിത്യാദി ഇറക്കിയ കാര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കാം. എന്നാൽ പ്രമാണം ഇറക്കിയ വിഷയം, തൗറാത്ത് ഇറക്കിയ വിഷയം, ഇഞ്ചീൽ ഇറക്കിയ വിഷയം, പരിശുദ്ധ ഖുർആൻ ഇറക്കിയ വിഷയം, ഖുർആനിലെ വിവിധ ആയത്തുകൾ ഇറക്കിയ വിഷയം എന്നിങ്ങനെ വിഷയങ്ങളായി നസലയുടെ 167 പദങ്ങൾ ഖുർആൻ ഉപയോഗിച്ചത് ഈ ഖുർആൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്നാണ്. നസല വെച്ചുകൊണ്ട് ഖുർആന്റെ പുറത്ത് വേറെ വല്ലതും ഇറക്കിയതായിട്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധ്യമാണോ?
യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലക. യാ അയ്യുഹർ റസൂൽ, റസൂലേ, ബല്ലിഗ്, നീ എത്തിക്കണം, മാ ഉൻസില ഇലൈക മിർ റബ്ബിക, റബ്ബിന്റെ അടുക്കൽ നിന്നും ഇറക്കപ്പെട്ട ഈ ഒരു പ്രമാണത്തെ. വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, നീ ഈ പ്രമാണം ജനങ്ങളിൽ എത്തിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ റസൂലിനെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യത ഏതാണ്? ഈ പ്രമാണം ഇറക്കുക എന്നുള്ളതാണ്. അത് ഖുർആനാവട്ടെ ഹദീസാവട്ടെ, റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി എത്തിക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന ഈ പ്രമാണം വളരെ കൃത്യമായി കണിശമായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണിശത നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധ്യമാണോ? ഏതെങ്കിലും ഒരു ഹദീസ്, വൈരുദ്ധ്യമില്ലാത്ത ഹദീസ് സമർപ്പിക്കാൻ സാധ്യമാണോ? അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബാധ്യത മാത്രമേ റസൂൽ ഏറ്റെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഏതെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് വിധി അന്വേഷിച്ചു പോവേണ്ടത്? വിധി അന്വേഷിച്ചു പോവാൻ ഏതെല്ലാം പ്രമാണങ്ങളുടെ പിന്നാലെ പോവണം? ഇന്ന് മുസ്ലിം ലോകം വിധിയും തേടി ഖുർആന്റെ പുറമെ ഹദീസും ഫിഖ്ഹും പിന്നെ മാല മൗലൂദ് റാത്തി പാട്ടുകളിൽ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല പ്രമാണങ്ങളുടെയും പിന്നാലെ പോകണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വിധി കിട്ടണമെങ്കിൽ ആ വിധിക്ക് നിങ്ങളുടെ പ്രമാണമായി നിങ്ങളുടെ മുമ്പിലുള്ള ഏതൊരു ആധാരമുണ്ടോ ആ ആധാരത്തെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. അള്ളാഹു ഇറക്കിയത് കൊണ്ട് വല്ലവനും വിധിക്കുന്നില്ലെങ്കിൽ അവൻ തമ്മാടിയാണ്. അള്ളാഹു ഇറക്കിയത് കൊണ്ട് വല്ലവനും വിധിക്കുന്നില്ലെങ്കിൽ ഫൗലായിക്കുഹുൽ കാഫിറൂൻ, അവൻ സത്യനിഷേധിയാണ്. അള്ളാഹു ഇറക്കിയത് കൊണ്ട് വല്ലവനും വിധിക്കുന്നില്ലെങ്കിൽ അവൻ അക്രമിയാണ്. ഫൗലായിക്കുഹുൽ ളാലിമൂൻ 5:44, 5:45, 47 ഈ 3 ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ കാര്യഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു വിധി, ഖുർആനിൽ പറഞ്ഞ ഒരു വിധിക്ക് അപ്പുറമായിട്ട് മറ്റൊരു ഹദീസിന്റെ വിധിയിലൂടെ വിധി നടപ്പിലാക്കാൻ പാടില്ല. അതുപോലെ ലാ വസിയ്യത ലിൽ വാരിസ്, അനന്തരാവകാശിക്ക് വസിയ്യത്തില്ല. അതായത് ഒരു പിതാവിന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ മക്കളിൽ ഒരു ദുർബലനായ ഒരാളുണ്ടെങ്കിൽ ആ ദുർബലന് എന്തെങ്കിലും ഒരു വിഹിതം കൂടുതലായിട്ട് പിതാവിന് നീക്കിവെക്കാൻ ഇന്നത്തെ ശരീഅത്ത് കോടതി അനുവദിക്കുന്നില്ല. കാരണം എന്തെന്നല്ലേ, ഇങ്ങനൊരു ഹദീസ് വന്നുപോയി, ലാ വസിയ്യത ലി വാരിസിൻ, അനന്തരാവകാശിക്ക് വസിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന ഈ ഒരു ഹദീസ് വന്നതുകൂടെ ഇങ്ങനൊരു ഹദീസ് എന്ന ഒരു ഹുക്മ് കൊണ്ട് ഹുക്മ് ചെയ്യാൻ, വിധിക്കാൻ പാടില്ല. അങ്ങനെ വിധിക്കുന്നവൻ കാഫിറാണ് എന്നാണ് പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട്. ഇതുകൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടായി എന്നല്ലേ. അതായത് സഹോദരന്മാരെ, ഇങ്ങനെ അനവധി കൂട്ടം ബുദ്ധിമുട്ടുകൾ ഈ പ്രമാണങ്ങളുടെ, ഖുർആന്റെ പുറത്തുള്ള പ്രമാണങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് നമുക്കുണ്ടായി വന്നിട്ടുണ്ട്. വനാദാ സുഹാബന്നാർ അസ്ഹാബൽ ജന്ന, നരകക്കാർ സ്വർഗക്കാരോട് വിളിച്ചു പറയുകയാണ്, അന്നഫീദു അലൈനാ മിനൽ മാ, ഞങ്ങൾക്കൊരു തീ വെള്ളം തരുമോ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതുമല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വല്ല ഭക്ഷണവും ഞങ്ങൾക്ക് തരുമോ. ഖാലൂ, അവർ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഈ ഭക്ഷണവും പാനീയവും സത്യനിഷേധികളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കത് തരികയില്ല, ഒട്ടും തരില്ല എന്ന ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം തമ്പുരാനുള്ളൊരു മറുപടിയുണ്ട്. ഈ ചോദ്യം ചോദിക്കേണ്ട സന്ദർഭം എന്താണെന്നല്ലേ, നിങ്ങൾ ഈ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഖുർആൻ പറയുകയാണ് അതിന്റെ ശേഷമുള്ള ആയത്തിൽ, വലഖദ് ജിഇനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. വലഖദ് ജിഇനാഹും ബികിതാബിൻ, ഞാനൊരു കിതാബും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നില്ലേ. ആ കിതാബിൽ ഫസ്സൽനാഹു അലാ ഇൽമിൻ, ഇൽമായി ഉൾക്കൊള്ളാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ വിശദീകരിച്ചിരുന്നില്ലേ.
അതിൽ ഹുദയുണ്ടായിരുന്നു, അനുഗ്രഹമുണ്ടായിരുന്നു. ആർക്ക്? ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് അതിൽ സന്മാർഗമുണ്ടായിരുന്നു, അത് അനുഗ്രഹമുണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രമാണം, ആ ഒരു ഹുദയുടെ കിതാബ് നിങ്ങൾക്ക് നോക്കിയാൽ പോരായിരുന്നോ? നിങ്ങൾ ഇവിടെ നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്നല്ലേ? ഈ ഖുർആനെ കൈയഴിച്ചത് കൊണ്ടാണ് എന്ന ചോദ്യമേ അവിടുന്ന് ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു ബുഹാരി ഞാൻ അയച്ചിരുന്നു, മുസ്ലിം അയച്ചിരുന്നു, ഇബ്നു മാജ നോക്കിയില്ലായിരുന്നോ? അബൂദാവൂദ് എന്തുകൊണ്ട് അനുസരിച്ച് ജീവിച്ചില്ല? ഫിഖിന്റെ കിതാബ് അനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചില്ല എന്നൊരു ചോദ്യം ദൈവം തമ്പുരാൻ മഹ്ശറിൽ വെച്ച് ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കുന്നത്? ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ പോരായിരുന്നോ എന്ന ചോദ്യമാണ് അവിടെ നിന്നും ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, സൂറത്തുൽ അറാഫ് 52-ാമത്തെ ഈ ആയത്ത് കാര്യഗൗരവത്തിൽ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. 7:52-ാമത്തെ ഈ ആയത്ത്. അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ അവന് സ്വർഗത്തിലേക്ക് എത്തില്ല എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പറയുന്ന വാക്യം എന്താണെന്നല്ലേ, വാദം എന്താണെന്നല്ലേ? ഈ ഖുർആൻ അനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ, ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ മോക്ഷമുള്ളൂ. ഈ ഖുർആന്റെ പുറത്ത് ഹുക്കുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുഫ്റാണ് എന്നാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. അത് ഞങ്ങൾക്ക് സമർപ്പിച്ചുകൂടെ? അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കാഫറാക്കുകയോ തമ്മാടിയാക്കുകയോ അക്രമിയാക്കുകയോ ചെയ്യുന്നില്ല. ഖുർആന്റെ പുറത്ത് വല്ല പ്രമാണമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫ്റാണ്, അക്രമിയാണ്, തമ്മാടിത്തമാണ്, ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 5, 44, 45, 47 ഈ ആയത്തിലൂടെ പറയുന്ന വാദം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൂടെ? ഇത്ര മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ മുശ്രിക്കാക്കാനോ നിങ്ങളെ കാഫറാക്കാനോ നിങ്ങളെ തമ്മാടിയാക്കാനോ ഞങ്ങൾ മെനക്കെടുന്നില്ല. പക്ഷേ ഖുർആന്റെ പ്രഖ്യാപിത നയമാണ് അള്ളാഹു ഇറക്കിയ ഈ പ്രമാണത്തിന്റെ പുറമെ മറ്റു പ്രമാണമുണ്ട് എന്ന് വിശ്വസിക്കൽ തമ്മാടിത്തരമാണെന്ന്. അത് ശരി തന്നെയല്ലേ? ഒന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ. ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പ്രമാണമുണ്ടായിരിക്കെ ആ പ്രമാണത്തിന്റെ പുറത്ത് നമ്മൾ പ്രമാണം വെച്ച് കെട്ടുകയാണെങ്കിൽ അത് ദൈവം തമ്പുരാൻ ഒരു നിലക്കും പുറത്തു തരികയില്ല. പുറത്തു തരാത്തൊരു പാപമായിരിക്കും അത്. അതുപോലെ ഇപ്പോൾ ഈ ഖുർആൻ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന രീതിയിലാണ് ഇവിടെയുള്ള ഖുർആനെ വിമർശിക്കുന്ന ഇടമുറകനെ പോലെയുള്ള വിമർശകർ സമർപ്പിക്കാറുള്ളത്. കാരണം ഖുർആൻ കിട്ടിയിട്ടുള്ളത് ആ രീതിയിലാണ്. അത് കുറെ കല്ലിലും മുള്ളിലും വെല്ലിലും എഴുതി വെക്കുകയും അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് റെക്കോർഡാക്കിയപ്പോൾ പല ആയത്തുകളും നഷ്ടപ്പെടുകയും ചെയ്തു എന്നെല്ലാം സമർപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പിന്നീട് സമർപ്പിക്കാം. ഖുർആനെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്നതാണ് നമ്മുടെ മാനദണ്ഡം. ഖുർആനെ കുറിച്ച് ഖുർആന്റെ വിമർശകരായിട്ടുള്ള വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്നത് കിതാബൻ, അതൊരു ഗ്രന്ഥത്തിലാണ് എന്ന്, അല്ലാതെ എല്ലിലും കള്ളിലും മുള്ളിലും എഴുതി വെച്ച ഒരു പ്രമാണമല്ലത്. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ നബിയുടെ കാലത്ത് തന്നെ ആക്കിയിട്ടുണ്ട് എന്നതാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, നിങ്ങൾക്കാർക്കും സുപരിചിതമായ ഒരു ആയത്താണിത്. ആ ഗ്രന്ഥം, അതാണ് ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഈ പ്രമാണത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാണ് ഹുദയുള്ളത്. ആർക്ക്? തഖ്വയുള്ളവർക്ക്. സംശയമില്ലാത്ത ഒരു പ്രമാണ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നത്. അതിൽ മാത്രമാണ് മുത്തഖീങ്ങൾക്ക് ഹുദയുള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥരൂപത്തിൽ തന്നെയല്ലേ നമ്മുടെ ഈ ഖുർആൻ സമർപ്പിച്ചിട്ടുള്ളത്? അതിന് എത്രമാത്രം തെളിവുകൾ സമർപ്പിക്കാണ്ട് ഖുർആനില്? ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. ഇന്നഹു ലഖുർആനുൻ കരീം, അതാണ് മാന്യമായ ഖുർആൻ, പാരായണം ചെയ്യപ്പെടാവുന്ന വളരെ നല്ലതായ ഒരു ഗ്രന്ഥം.
അത് ഫി കിതാബിൻ മക്നൂൻ, ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണത്. കിതാബിലാണ്. അപ്പൊ ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലായി പ്രവാചകൻ സമർപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. എന്നിട്ട് ഇവര് പറയുന്നത് എന്താണ്? പ്രവാചകന്റെ മരണശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം, കൊല്ലങ്ങൾക്ക് ശേഷം ആരോ ഓരോരുത്തർ എഴുതി ഉണ്ടാക്കുകയും അങ്ങനെ അതെല്ലാം ക്രോഡീകരിച്ചപ്പോൾ കുറെ തെറ്റുകൾ വരികയും അത് തിരുത്തുകയും ചെയ്തു എന്നല്ല. ആ സമർപ്പണങ്ങളെല്ലാം ഞാൻ പിന്നീട് സമർപ്പിക്കാം. ഖുർആനിലെ കിതാബിനെ കുറിച്ച് പറയുമ്പോൾ 259 സ്ഥലത്ത് ഖുർആനിലെ കിതാബ് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് കിതാബ് എന്നുള്ളത്, ഗ്രന്ഥം എന്നുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് നബി തന്നെ അവിടെ ഗ്രന്ഥമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്നിപ്പോ ഇവർ പറയുന്നത് എന്താണ്? അന്നൊരു കടലാസില്ലായിരുന്നു, മഷിയില്ലായിരുന്നു. അങ്ങനെ കടലാസും മഷിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത് ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും എല്ലിലും തോലിലും എഴുതി വെക്കുകയും പിന്നീട് ഹഫ്സയുടെ കയ്യിലിരിക്കുകയും അബൂബക്കറിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാന്റെ കാലഘട്ടത്തിൽ അത് കോപ്പികളെടുത്ത് വിതരണം ചെയ്യുകയും ചെയ്തു എന്നെല്ലാം ചരിത്രങ്ങളിലൂടെ സമർപ്പിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്ന പദങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. ഖുർആനെ കുറിച്ച് ഖുർആൻ അങ്ങനെ ഒരു വാദമില്ല. ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഭദ്രമായ ഒരു ഗ്രന്ഥത്തിൽ പ്രവാചകൻ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവലം ബിഫീഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ് യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. അവർക്ക് ഈ ഗ്രന്ഥം പോരെ? അവലം ബിഫീഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ്, നിനക്കിറക്കിയ ഈ ഗ്രന്ഥം അവർക്ക് പോരെ? യുത്ലാ അലൈഹിം, അവരിലേക്ക് ഓതപ്പെടുന്നതായ ഈ ഗ്രന്ഥം. ഇന്ന ഫീ ദാലിക ലറഹ്മതൻ, അതിൽ അനുഗ്രഹമുണ്ട്. വദിക്റാ, അതിൽ ഉത്ബോധനമുണ്ട്. ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക്. 29:51. ഈ പ്രമാണം പോരെ എന്നാ ചോദിക്കുന്നത്. അതായത് ഈ പ്രമാണത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അനവധി പ്രമാണങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്ന് വെല്ലുവിളിയോടുകൂടിയുള്ള ചോദ്യമാണ് പടച്ച തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അൻസലാക്കിയിട്ടുള്ള അതായത് ഇറക്കിയിട്ടുള്ള പ്രമാണങ്ങൾ മുഴുവനും ഫിൽ കിതാബിലുണ്ടായിരിക്കണം, ഗ്രന്ഥത്തിലുണ്ടായിരിക്കണം, കിതാബിലുണ്ടായിരിക്കണം, ഖുർആനിലുണ്ടായിരിക്കണം. ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബിഉ അഹ്വാഅഹും വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ വഉമിർതു ലിഅഅദല ബൈനകും. ഫലിദാലിക, അതുകൊണ്ട് ഫദ്ഉ വസ്തഖിം, നീ ക്ഷണിക്കണം. വസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിച്ച രീതിയിൽ നീ ചൊവ്വേ നടക്കുകയും വേണം. വലാ തത്തബിഉ അഹ്വാഅഹും, അവരുടെ ഇച്ഛയുടെ പിന്നാലെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. വഖുൽ, നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടതെന്നല്ലേ? ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, അല്ലാഹു ഇറക്കിയ ഈ പ്രമാണത്തെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ മേൽ നീതി നടപ്പിലാക്കാൻ. ഈ പ്രമാണമനുസരിച്ച് നീതി നടപ്പിലാക്കുന്ന ബാധ്യത മാത്രമേ പ്രവാചകനായ മുഹമ്മദ് നബിക്കുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നീതി നടപ്പിലാക്കാൻ ഈ ഖുർആൻ അനുസരിച്ച് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ സമർപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹു ഇറക്കിയതായിട്ടുള്ള എന്തുണ്ടോ അതെല്ലാം ഗ്രന്ഥത്തിലുണ്ടായിരിക്കണം. അള്ളാഹു ഇറക്കിയത് ഹദീസാവട്ടെ ഖുർആനാവട്ടെ അതൊരു ഗ്രന്ഥത്തിലുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് ഹദീസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലുണ്ടോ? ആ ചരിത്രത്തിലേക്ക് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുക്കാം. ഖുർആനെ പോലെ ഭദ്രമായ ഒരു ഗ്രന്ഥമാണോ ഹദീസ്? അല്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയല്ലേ. ഖുർആൻ പറയുന്നതോ അള്ളാഹു ഇറക്കിയ ഏതൊന്നുണ്ടോ അതെല്ലാം ഫിൽ കിതാബിലുണ്ടായിരിക്കണം, ഗ്രന്ഥത്തിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതാണ് ഉത്ബോധനം,
ദിക്ർ എന്ന പദം ഖുർആനിലൂടെ നമ്മെ സമർപ്പിക്കുന്നു. ഈ ഖുർആൻ എന്ന ഉത്ബോധനം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനുൻ മുബീൻ, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഈ ഖുർആൻ ലോകർക്കുള്ള ഉത്ബോധനമാണ്. ഈ പരിശുദ്ധ ഖുർആൻ ലോകർക്കുള്ള ഉത്ബോധനമാണ്. അതുകൊണ്ട് വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, ഈ ഖുർആൻ നിനക്കും നിന്റെ ജനതക്കുമുള്ള ഉത്ബോധനമാണ്. വസൗഫ തുസ്അലൂൻ, അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. എവിടെ വെച്ച്? മഹ്ശറയിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ ഖുർആൻ അനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചില്ല എന്ന ചോദ്യമേ അവിടുന്ന് ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഖുർആന്റെ പുറത്തുള്ള പ്രമാണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും അവിടുന്ന് ചോദിക്കുകയില്ല. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം മുട്ടേണ്ടതില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാമാണ് ഈ ഖുർആൻ ഇറക്കിയത്. ഈ ഖുർആനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കാണുള്ളത്. അല്ലാതെ ഈ ഖുർആന്റെ പുറത്ത് ഹദീസ് ഉണ്ടെന്നോ ആ ഹദീസിനെ സംരക്ഷിക്കണമെന്നോ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞോ? ഈ ദിക്ർ ഹാദാ ദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ എന്ന് പറയുന്ന ഈ ദിക്ർ സംരക്ഷിക്കേണ്ട ബാധ്യത മാത്രമേ എനിക്കുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഈ ഖുർആൻ മാത്രമല്ലേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. രണ്ടാം പ്രമാണം എന്ന പേരിൽ പറയുന്ന ഇവരുടെ ഈ ഹദീസുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകീകരണ സ്വഭാവമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ പ്രമാണത്തെ മാത്രം സംരക്ഷിക്കേണ്ട ബാധ്യത മാത്രമേ അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളൂ. അത് സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സംരക്ഷിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാണ് ആ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ള വസ്തുതയാണ്. ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് സമർപ്പിക്കാനുള്ള പല ചോദ്യങ്ങളുമുണ്ട്. അതായത് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പറയുന്നുണ്ട്, ഉസ്വത്തുൻ ഹസന എവിടെ നിന്ന് കിട്ടും? റസൂലിന്റെ ഉസ്വത്തുൻ ഹസന കിട്ടണ്ടേ? ഖുർആനിലൂടെ ഉസ്വത്തുൻ ഹസന കിട്ടുകയില്ല എന്നാണ് ഇവർ സമർപ്പിക്കാറുള്ളത്. എന്നാൽ ഖുർആനിൽ ഉസ്വത്തില്ല എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് പറയാനുള്ളത് ഖുർആനിലൂടെ നമുക്കൊരു ഉസ്വത്തും കിട്ടുകയില്ല. ഉസ്വത്തുൻ ഹസന എന്ന പദം ഖുർആനിൽ 3 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ, അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നവർക്ക് ഈ ഖുർആനിലൂടെയുള്ള നബിയുടെ ജീവിതത്തിൽ ഉത്തമ മാതൃകയുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഇവർ പറയും ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക, റസൂലിന്റെ മാതൃക എവിടെ നിന്ന് കിട്ടും? ഖുർആൻ പറയുന്നത് ഖുർആനിലൂടെ കിട്ടുമെന്നാണ്. ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് അതാണ്. ഖുർആനിൽ എന്താണോ നബി ഉസ്വത്തുൻ ഹസനയായിട്ട് നമ്മളെ സമർപ്പിച്ചത് അത് മാത്രമാണ് നമ്മുടെയും മാതൃക. അതല്ലാതെ അതിന്റെ പുറമെയുള്ള ഒരു പ്രമാണത്തിന് പിന്നാലെ പോവാൻ ഖുർആൻ എവിടെയും പറയുന്നില്ല. റസൂലിന്റെ മാതൃക പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അനുസരിച്ച് റസൂൽ ജീവിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഇവിടെ ഇതുവരെ സമർപ്പിച്ച ഈ സമർപ്പണങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖുർആൻ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൽം എന്ന പദത്തിലൂടെ ഖുർആൻ സമർപ്പിക്കുന്നത് ഖുർആൻ മാത്രമാണ്. കിതാബ് എന്ന 289 സ്ഥലത്തും പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ എന്ന കിതാബ് മാത്രമാണ്. ദിക്ർ എന്ന 52 സ്ഥലത്തും ഖുർആൻ പറയുന്നത് ഈ ഉത്ബോധനം ഖുർആൻ എന്ന ഈ ഉത്ബോധനം മാത്രമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ എന്ന ഈ ഉത്ബോധനത്തിലൂടെയുള്ള ഒരു ജീവിതചര്യ മാത്രമേ റസൂൽ അവിടെ സമർപ്പിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഒരു ഉസ്വത്തുൻ ഹസന റസൂൽ ഉണ്ടാവാൻ പാടില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ഇവർ സമർപ്പിക്കാറുള്ള ചോദ്യമാണ്, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടല്ലോ, ആ മാതൃക നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഇതേ പദം തന്നെ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിലും ഇബ്രാഹിം നബിയുടെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, അതുകൊണ്ട് അതും നിങ്ങൾ പിൻപറ്റണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മാതൃക എവിടെ?
ഇത് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്ന ഒരു വാക്കാണെങ്കിൽ അള്ളാഹിന്റെ റസൂൽ ഇബ്രാഹിം നബിയുടെ ഹദീസ് തേടി പോയിട്ടുണ്ടോ? ഇങ്ങനൊരു ഉസ്വത്തുൻ ഹസന എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഹദീസും തേടി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ബുഹാരിയോ മുസ്ലിമോ അബൂദാവൂദോ തുർമുദിയോ ഇബ്രാഹിം നബിക്ക് കിട്ടിയ സുഹഫി ഇബ്രാഹിമിന്റെ പുറത്ത് പ്രമാണമായിട്ട് തെളിയിക്കാൻ സാധ്യമാണോ? ഖുർആനിലെ ഒരു ആയത്താണിത്. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റണം എന്ന് മുഹമ്മദ് നബിയോട് അള്ളാഹു പറഞ്ഞിട്ട് മുഹമ്മദ് നബി ഇബ്രാഹിം നബിയുടെ ഹദീസും തേടി പോയിട്ടുണ്ടോ? പോയിട്ടില്ല. മുഹമ്മദ് നബി എന്ത് മനസ്സിലാക്കി? ഇബ്രാഹിം നബിയുടെ ഉത്തമ മാതൃക എന്താണോ അത് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ മാതൃക മുഴുവനും ഖുർആനിലുണ്ടാവും. ആ ഖുർആൻ അനുസരിച്ച് മാത്രമാണ് പ്രവാചകനായ ഇബ്രാഹിം നബി ജീവിച്ചിട്ടുള്ളത്. ആ ഇബ്രാഹിം നബിയുടെ മാതൃകയും ഖുർആൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ഖുർആൻ മാത്രം മതി എന്ന നിലയ്ക്ക് ഖുർആൻ പ്രമാണമാക്കിക്കൊണ്ട് മുഹമ്മദ് നബി അവിടെ ജീവിച്ചു. ഇതാണ് വസ്തുത. അതല്ലാതെ ഈ ഉസ്വത്തുൻ ഹസനയും തേടിയിട്ട് ഹദീസിന്റെ പിന്നാലെ പോയാൽ വമ്പിച്ച അപകടം വരാനിരിക്കുന്നു. ആ അപകടത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ സംസാരിക്കാം. അപ്പൊ ഉസ്വത്തുൻ ഹസന ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ഉസ്വത്തുൻ ഹസന. ഖുർആനിൽ പറഞ്ഞ ഈ 3 സ്ഥലത്ത് ഉസ്വത്തുൻ ഹസനയിൽ ഒരു സ്ഥലത്താണ് മുഹമ്മദ് നബിയിൽ ഉസ്വത്തുണ്ട് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള 2 സ്ഥലത്തും പറഞ്ഞത് എന്താണോ? ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനത്തുണ്ടെന്നാണ്. അപ്പൊ ഇബ്രാഹിം നബിയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ ഹദീസ് നോക്കി തേടിക്കൊണ്ട് മുഹമ്മദ് നബി പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഉത്തമ മാതൃക നോക്കിയിട്ട് ബുഹാരിയെയും മുസ്ലിമെയും അബൂദാവൂദിനെയും തിർമിദിയെയും തേടിപ്പോവേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കുവാനുള്ളത്.